പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കള കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്യണം. കുറച്ച് അടുക്കള ഇങ്ങനെ പാത്രങ്ങളൊന്നും കാണാതെയുള്ള ഡ്രോ ഒക്കെ പിടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാത്രങ്ങൾ ആരും കാണൂലല്ലോ എന്ന്. ഒന്നാമത്തെ നാരങ്ങ പിഴിഞ്ഞ വെറും വയറ്റിൽ വെള്ളത്തിലേക്ക് പിഴിഞ്ഞിട്ട് ബക് 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 എന്ന് പറഞ്ഞുകൊണ്ട് കിടക്കും താറാമ. ഇതുപോലുള്ളൊരു താറാമേനെ എവിടെ കിട്ടും നമുക്ക്? ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. നല്ല മയിലിൻ്റെ കളറുള്ള പച്ച തൂവലുള്ള താറാമ. നോക്കൂ, ബ്ലാക്ക് ബോയ് ആണിവൻ. ബ്ലാക്ക് ബിന്ദു സ്ട്രീംസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞങ്ങൾ ചുമ്മാ സംസാരിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ. പ്രത്യേകിച്ച് ആ ചേട്ടൻ തുടക്കത്തിനെ തന്നെ ഫോട്ടോമായിട്ട് കൊളാക്കാൻ വന്നിരിക്കുക. ചേട്ടനെ അപ്പൊ എന്ത് പറഞ്ഞുള്ളൂ, അത് പണി ചെയ്യുമ്പോഴായാലും എന്നോട് പ്രധാനമായിട്ടും അതിനു മുമ്പായിട്ട് ഇന്ന് വലിയ കുഴപ്പം ദേവ് തുടങ്ങിയേക്കണു. കാണുന്നവർക്ക് ഉറക്കം വരും. അവർക്ക് ഉറക്കം വരുമോ? ഇല്ല, ഒരാള് കോട്ടുകാരനാണ്, കാണുന്നവർക്കൊക്കെ ഉറക്കം വരും. ഞാനിപ്പോ എന്താ കോട്ടുവാ ഞാൻ എന്ത് ചെയ്യും? കോട്ടുവാ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ ഇങ്ങനെ വിഴുങ്ങിക്കാണും. അപ്പൊ നമ്മള് എന്നാ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള പണികളൊന്നും ഇല്ലായിരുന്നു. എന്നാ ചെയ്ത ചേട്ടനുണ്ടായിരുന്നു, എനിക്ക് വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ ഒരു മുറിയുടെ കാര്യം ഓർത്തുള്ള സങ്കടം മാത്രമേ ഉള്ളൂ. ഞാൻ അതുകൊണ്ട് ഇന്ന് ആ മുറിയിലേക്ക് കയറിയിട്ടേ ഇല്ല. സാരി ഒന്നും വെക്കാൻ സ്ഥലമില്ലാതായി സുഹൃത്തുക്കളെ. 2 അലമാരി നിറഞ്ഞു. ഇനി വെക്കാൻ സ്ഥലം ഇല്ലാണ്ട് 2 അലമാരി ഉറക്കം വന്നിട്ട് വിഴുങ്ങുമായിരുന്ന 2 അലമാരിയും അതുപോലെ ഒരു വാർഡ്രോബും നിറഞ്ഞിരിക്കുവാണ് കേട്ടോ. എല്ലാത്തിനും ചേട്ടനോട് അലമാരി വാങ്ങിച്ചു തരാൻ പറഞ്ഞു. ഞാനിപ്പോൾ ശല്യം കൂടിക്കൊണ്ടിരിക്കുകയാണ് സാരി വെക്കാനായിട്ട്. വാങ്ങിച്ചു തരുമ്പോ ഇങ്ങനെ 10ഉം 12 ഒന്നും വാങ്ങിച്ചു തരരുത്. ഒരെണ്ണൊക്കെ വാങ്ങിച്ചു തന്നെ. ഇതുപോലെ അല്ല സാരി അല്ലെങ്കിൽ ഇതുപോലെ നിറഞ്ഞിരിക്കും, വെക്കാൻ സ്ഥലവും ഇല്ലാണ്ടിരിക്കും.
ഇവിടെ ആണെങ്കിൽ തണുത്ത കാറ്റൊക്കെ വരുന്നുണ്ട്. ചിലപ്പോൾ ഒരു മഴ വന്നേക്കാം. ഇല്ല, എനിക്ക് ഇച്ചിരി പണി കൂടെ ഉണ്ട്. പിന്നെ ചേട്ടനാണെങ്കിൽ നല്ല ബിസി ആയിരുന്നു. ചേട്ടൻ പുല്ല് വെട്ടിക്കൊണ്ട് വന്നു, ആടിനും കോഴിക്കൊക്കെ തീറ്റ കൊടുത്തു, താറാവിനെ നോക്കി, താറാവിനെ നോക്ക്. പട്ടീനെ നോക്കി, താറാവിനെ ഇങ്ങനെ നോക്കി, ഇങ്ങനെ. പൂച്ചേനെ നോക്കി. പിന്നെ ഞാനാണെങ്കിൽ ചക്ക അല്ല, പുഴുങ്ങി. ഞാൻ എല്ലാത്തിനും ഞാനാ തീറ്റ കൊടുത്തത്, പട്ടിക്കും പൂച്ചയ്ക്കും എല്ലാം. പട്ടിക്ക് കൊടുത്തോ പിന്നെ ചോറോ? ആ ചോറില്ല, ഒരു രസം കാണും. അത് ഇന്നലത്തെ ചോറ് ചൂടാക്കിയതാണ്. അതാ പൂച്ചയ്ക്ക് കൊടുക്കാനേ കാണും, പൂച്ചയ്ക്കും കൊണ്ട് കൊടുത്തു. ആ ദേ ഇരിക്കണം പട്ടി, ദേ ഇങ്ങോട്ട് നോക്കി ഇരിപ്പുണ്ട്. മാക്കോ ഹായ്. അപ്പൊ ഇങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ഇരുന്നു. പിന്നെ നമ്മൾ വെളിയിൽ കിടന്ന ഒരു കട്ടിൽ പിടിച്ച് നമ്മളെ വീടിനകത്ത് കൊണ്ടിട്ടു. അതിന് നമ്മുടെ ഒരു വേണ്ടപ്പെട്ടൊരു പയ്യൻ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കട്ടിൽ ഇവൻ്റെ ആദ്യ കുർബാന ആയതുകൊണ്ട് മാത്രം നമ്മൾ വെളിയിലേക്ക് ഇട്ടതാണ്. വീടിൻ്റെ അകത്ത് നമ്മൾ വെളിയിൽ പന്തലൊന്നും ഇടാതെ വീടിനകത്താണല്ലോ നമ്മൾ ഫുഡ് കൊടുത്തത്. അപ്പം അതുകൊണ്ട് ആ കട്ടിലങ്ങ് കിടന്നത് അങ്ങ് മാറ്റിയെന്നേ ഉള്ളൂ. നമ്മുടെ കട്ടിലല്ല കേട്ടോ, വേറൊരു വീടില്ലാത്തവരെ അവർ വാടകയ്ക്കല്ലായിരുന്നോ? വാടകയ്ക്കല്ല, വാടകയ്ക്കായിരുന്നു. അവരെ വാടക ഒഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്ക് വേറെ ഒരു ഫർണിച്ചർ ഇടാൻ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ആ കട്ടില് ഇവിടെ ഇട്ടിട്ട് പോയതാണ്. അപ്പം ഇപ്പം അവർ നാട്ടിലില്ല, അവർ ഹൈ റേഞ്ചിൽ വർക്ക് ചെയ്യുവാണ്. അപ്പം അതുകൊണ്ട് അതിവിടെ ഇട്ടു. അപ്പം നമ്മൾ തൽക്കാലത്തേക്ക് മാറ്റിയതായിരുന്നെങ്കിലും നമ്മളത് ഇപ്പം ഉള്ളിലേക്ക് തന്നെ ഇട്ടിട്ടുണ്ട്. പിന്നെ എന്നാ വിശേഷം എന്ന് വെച്ചാൽ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ അടുക്കളയിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പാത്രം വെക്കാനായിട്ടൊരു സ്റ്റാൻഡ് പിടിപ്പിച്ച് തരാൻ ചേട്ടനോട് പറയാനായിട്ട്. അപ്പോൾ സ്റ്റാൻഡ് മേടിച്ചു കൊണ്ടുവന്ന് വെച്ചു. പക്ഷെ ആണി പോരാ, ഡ്രില്ല് വേണം. അപ്പോൾ അതൊരു അവനോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനടുത്ത് നാളെ മറ്റന്നാളോ നമ്മൾ കൂട്ടുകാരൻ്റെ വീട്ടിൽ പണിയാൻ വരുമ്പോൾ അവനെ കൊണ്ടുവരാം, അവനെ കൊണ്ടുവന്ന് പിടിക്കാം. ടൈലുണ്ട്, ടൈല് തുളയ്ക്കണമെങ്കിൽ നമ്മൾ ചിറ്റിയം കൊണ്ടല്ലോ, ആണിയും കൊണ്ട് തുളയ്ക്കാൻ പറ്റില്ല, പൊട്ടിപ്പോകും. അപ്പോൾ ഡ്രില്ല് മാത്രം വേണം. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ ഇത് തള്ളിപ്പൊടി. പിന്നെ ഈ ഇതിൻ്റെ സ്റ്റാൻഡിൻ്റെ ഇത് വലിയ തുളയാണ്, അപ്പോൾ വാഷർ ഇട്ട് വേണം ചെയ്യാൻ. അപ്പോൾ അതുകൊണ്ടൊക്കെ താമസം വന്നു പോയത്. അത് പിടിപ്പിച്ച് കഴിഞ്ഞാൽ ഓക്കെ. പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അടുക്കള കുറച്ചുകൂടി ഓർഗനൈസ് ചെയ്യണം. കുറച്ച് അടുക്കള ഇങ്ങനെ പാത്രങ്ങളൊന്നും കാണാതെയുള്ള ഡ്രോ ഒക്കെ പിടിപ്പിക്കണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പാത്രങ്ങൾ ആരും കാണൂലല്ലോ എന്ന്. ഒന്നാമത്തെ കാര്യം, ഈ വീട് പണിതത് 2021 അല്ലേ? ആ സമയത്തുള്ള അടുക്കള എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഈ അടച്ചുപൂട്ടൊന്നും ഇല്ലാത്ത സംഭവങ്ങളൊക്കെയാണ് അല്ലേ? ഇതുപോലെയാണ്, ഫുള്ള് ബെർത്ത് ഓപ്പണാണ്. അടിയിലൊക്കെ ആണെങ്കിലും ഇങ്ങനെ ഓപ്പണാണ്. ഇത് 10-25 വർഷം പഴയ വീടായത്. അപ്പം പിന്നെ ഇപ്പം ഇതിലേക്ക് ചെയ്യുമോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു ഇനി ഈ വീട്ടിലേക്ക് ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. കാരണം ഇനി സാധാരണ ഈ വീട്ടിലേക്കൊന്നും ചെയ്യാൻ തീരുമാനിച്ചിട്ടില്ല. ഈ വീട് ഈ പുതിയ 2026 ആയില്ലേ, ഇതൊക്കെ പഴഞ്ചൻ ഇതായപ്പോൾ വീട് നല്ല കേട്ടോ. ഇന്ന് കണ്ടാലും പുതിയ വീട് കണക്കായിരിക്കണേ. 25 വർഷം പഴയ വീടാന്ന് ആരും പറയത്തില്ല. തോന്നൂല. അപ്പം വീടിന്റെ വാർക്കൊക്കെ ആണെങ്കിലും പഴയ പുഴമണലൊക്കെ ഇല്ലേ, അന്നത്തെ കാലത്ത് അതൊക്കെയാണല്ലോ, നല്ല മണലൊക്കെ കിട്ടും, കാലടി മണൽ കട്ടിയുള്ള വാർക്കൊക്കെയാ. കോൺക്രീറ്റ് അല്ല, സോറി, പില്ലർ വാർത്താണ് കയറിയേക്കണം. ഒരു കാരണവശാലും അന്ന് 2001 ഭൂമി കുലുങ്ങിയപ്പോൾ ചുടുകട്ടയ്ക്ക് പണിതതാണ്. ഒരനക്കം പോലും സംഭവിക്കാത്ത വീടാണ്. തൽക്കാലത്തേക്ക് ഇത്രയ്ക്ക് ഇനി മുടക്കുന്നില്ല. പിന്നെ 2026 ഇത്രയൊക്കെ ആയില്ലേ, ഇനിയിപ്പോൾ ഒരു ചെറിയൊരു വീട് പണിയണമെന്നൊരു ആഗ്രഹമുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിലാണ് ഞാൻ ഇനി ഇത്രയ്ക്ക് ഒത്തിരി കാശ് മുടക്കണ്ട എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ഇവിടെ ഇപ്പോൾ കുറച്ച് സ്ഥലമല്ലേ ഉള്ളൂ. ചേട്ടൻ്റെ സ്ഥലമെല്ലാം കിടക്കണം തറവാടിൻ്റെ അടുത്താണ്. അപ്പോൾ ചേട്ടൻ അവിടെ പോയി പെര പണിയണം എന്നാണ്. അവിടെയാണെങ്കിൽ നമുക്ക് കൂടുതൽ കൃഷിയൊക്കെ ചെയ്യാം, കൂടുതൽ ഫാം നടത്താം, കൂടുതൽ പശുവിനെ ആടിനെയൊക്കെ കോഴിയൊക്കെ ആയിട്ട് വലിയ ഫാമാക്കി മാറ്റാം. പിന്നെ ഇപ്പം നമുക്ക് പുല്ലൊക്കെ കൊണ്ടുവരാൻ ബുദ്ധിമുട്ടുണ്ട്. അവിടെയൊക്കെ ആണെങ്കിൽ പിന്നെ സ്ഥലം കുറേ ഉള്ളതുകൊണ്ട് നമുക്ക് അവിടെ പുല്ലൊക്കെ വെച്ച് പിടിപ്പിക്കാം. എല്ലാം കൂടുതൽ വിപുലീകരിച്ചൊക്കെ നടത്താം എന്നൊക്കെ ചേട്ടൻ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് ഈ വീടിനോട് ഭയങ്കര അറ്റാച്ച്മെൻറ്റാണ്. ചേട്ടൻ്റെ ഒരു കാര്യം ചെയ്യും, ഈ വീട് എൻ്റെ പേരിൽ എഴുതി തന്നിട്ട് അവിടെ അങ്ങ് വെക്കും. ചേട്ടൻ എന്തും തരൂ കേട്ടോ.
അങ്ങനെ ഇരുന്നപ്പോ ചേട്ടൻ എന്നോട് പറഞ്ഞു കുറച്ച് സ്ഥലം എൻ്റെ പേര് എഴുത്തട്ടെന്ന്. ഞാനങ്ങ് പോകുമ്പോൾ തന്നെ വല്ലതും കൊണ്ടുപോകണ്ടോ ഞാൻ കൊണ്ടുപോകാറില്ല. ആ ചേട്ടൻ പോണതിന് മുമ്പ് ഞാൻ പോവൂലോ അന്നാ. അപ്പോൾ അതുകൊണ്ട് അതങ്ങനെ അങ്ങനെ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അപ്പൊ ആ വീട്ടിലെ അടുക്കളയൊക്കെ നമുക്ക് മോഡേൺ ആക്കാന്ന. പക്ഷെ എത്ര വീട് പണിതാലും ഈ വീടിൻ്റെ അടുത്തുള്ളൊന്നും ആവത്തില്ല. ഈ വീടിന്റെ അത്രയും കട്ടി അത്ര ഉറപ്പും ബലമൊന്നും ഇപ്പോഴത്തെ പാറമണലം കൊണ്ടൊക്കെ ഉണ്ടാക്കുന്ന വീടുകൾക്ക് ഉണ്ടാവില്ല. ഇതുപോലെ നിക്കത്തുമില്ല. ഇപ്പോഴും ഇവിടെ തന്നെ പെർഫെക്റ്റാ. എല്ലാരും റൂഫ് ചെയ്യുക. ഇതുപോലെ ഈ വീടിന്റെ അടുത്തോളം ഉറപ്പ് ഏത് വീടിന് കിട്ടും. ചേട്ടനന്ന് വാങ്ങുമ്പോ 10-65 സെന്റ് സ്ഥലം ഉണ്ടായിരുന്നു മൊത്തം. 64. ഇപ്പൊ ഇത് 24 ചുരുങ്ങി. അതങ്ങനെയല്ലേ, ചിലപ്പോ കൂടും ചിലപ്പോ കുറയും. അത് നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. അതിലൊന്നും ഞാൻ അടുത്തൊക്കെ വീടുകളൊക്കെ വന്നു. അത് നല്ലതല്ലേ, സ്ഥലമൊക്കെ തെളിഞ്ഞു. പണ്ടൊക്കെ ഞാൻ ഇതിൽ പോകുമ്പോൾ ഇവിടെയൊക്കെ റബ്ബറുണ്ട്. വലിയ ഇത്രയൊക്കെ എണ്ണമുള്ള റബ്ബറായിരുന്നു തോന്നുന്നു അല്ലേ, ഞാൻ കണ്ടിട്ടുണ്ട്. അത് കഴിഞ്ഞ് കുറച്ചാൾ കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ഇവിടെ മൊത്തം റബ്ബറൊക്കെ വെട്ടിയിട്ട് കന്നാര വെച്ചേക്കുക, തൈ റബ്ബറും നട്ടു. അത് കഴിഞ്ഞ് നോക്കിയപ്പോൾ കന്നാരയെല്ലാം പറിച്ചു കഴിഞ്ഞതേ അവിടെ പുതിയൊരു വീട് വരുന്നു. അന്നേരം ഒന്നും ഞാൻ ചേട്ടനെ ഒന്നും അറിയില്ല കേട്ടോ. ഞാൻ ഇവിടെ ആരെയും കണ്ടിട്ടില്ല. ഞാനിതിലേക്ക് നീ പണ്ട് കണ്ടിട്ടുണ്ടോടാ? ഇവൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞ എന്നെ കണ്ടിട്ടുണ്ടോ? പച്ച സൈക്കിളിൽ പോണ ഇവനെ കണ്ടിട്ടുണ്ടോന്ന്? പച്ചയല്ല, നീല. നീല ഒരു കുഞ്ഞത്. അല്ലേ തന്നെ ഒരു ഓർമ്മയില്ല. എനിക്ക് ഭയങ്കര ഓർമ്മയാ. പിന്നെ കുക്ക് ചെയ്തോണ്ടിരിക്കുമ്പോ മാത്രം എന്നെ വേറെ കാര്യത്തിന് ആരും വിളിക്കരുത്. വിളിച്ചു കഴിഞ്ഞാ പോയി ആ സാധനം അവിടെ ഇരുന്ന് കരിയുള്ളൂ. ഞാൻ അതങ്ങ് മറന്നു പോവും. അതുകൊണ്ട് കുക്ക് ചെയ്യുമ്പോ എന്നോട് എന്തെങ്കിലും പറഞ്ഞാൽ ഇന്ന കാര്യം ഞാൻ അടപ്പി വെച്ചിട്ടുണ്ട്, അതിനെ ഓർമ്മിപ്പിക്കണം എന്ന് ഞാൻ പറയും. അത് മാത്രമേ എനിക്ക് ഓർമ്മക്കുറവുള്ളൂ. ബാക്കി എല്ലാ കാര്യവും ഞാൻ പെർഫെക്റ്റാ. പറ. ഞാൻ പെർഫെക്റ്റാണ്. പിന്നെ ഈ ഇടയായിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് വണ്ണം വെക്കുന്നു. എന്താ പ്രശ്നം? ഇതിപ്പോ ഞാൻ ഈ കറങ്ങണ കസേരയിൽ ഇരുന്നിട്ടാട്ടോ പൊക്കം തോന്നണം. ഇത് മുറ്റത്തിട്ടേക്കുവാ, കടയിലിരുന്ന കസേരയാ, മുറ്റത്ത് വെച്ചേക്കുവാ. ഇത് രാവിലെ 1 മണിക്കൂർ നടന്നാലൊന്നും വണ്ണം കുറയില്ല ചേട്ടാ. ഭക്ഷണം ലിമിറ്റ് ചെയ്താ വണ്ണം കുറയും. എനിക്ക് വേണ്ട, നീ പോടാ. ചോക്ലേറ്റ് കൊണ്ട് ഒന്നേക്കോ വണ്ണം കുറയ്ക്കണം എന്ന് പറഞ്ഞപ്പോ ഇന്നത്തെ ദിവസം ഇനിയിപ്പോ ഒന്നും കഴിക്കുന്നില്ല. രാവിലെ എണീറ്റ് എന്തേലും കുടിച്ചാ വണ്ണം കുറയോ? ഒരെണ്ണം ഞാന് കരിങ്ങാലി ആ സാധനത്തിന്റെ പേരെന്നായിരുന്നു, കരിഞ്ജീരക വെള്ളം കുടിക്കുമായിരുന്നു. അന്ന് എനിക്ക് ഇച്ചിരി വണ്ണമൊക്കെ കുറഞ്ഞിട്ടുണ്ട്. ശരിക്കും വണ്ണം കുറഞ്ഞ എന്താണെന്നറിയോ? ആ ഓർഡർ ഞാൻ മറന്നുപോയി. നാരങ്ങ ഒന്നാം ദിവസം ഒരു ചെറുനാരങ്ങ പിഴിഞ്ഞ വെറും വയറ്റിൽ വെള്ളത്തിലേക്ക് പിഴിഞ്ഞിട്ട് ഒന്നാം ദിവസം 1 ഗ്ലാസ് വെള്ളം കണ്ട് കുടിക്കണം, ഒരു ചെറുനാരങ്ങ ഫുള്ള്. രണ്ടാം ദിവസം 2 ചെറുനാരങ്ങ. അങ്ങനെയൊക്കെ വന്നിട്ട് പിന്നെ കുറഞ്ഞിട്ട് പിന്നെ കൂടുതൽ ഓർഡറില്ല. ഉപ്പോ പഞ്ചസാരയോ ചേർക്കാതെ ചുമ്മാ കുടിക്കണം. വെള്ളത്തില് കുടിക്കണം. ഇടയ്ക്കിടയ്ക്കായിട്ട് കുടിച്ചാൽ മതി. കൂടുതലായുമ്പോൾ 8 ചെറുനാരങ്ങയൊക്കെ വരുമ്പോൾ അത് ഓർഡർ ഉണ്ടായിരുന്നു. അത് ഞാൻ എഴുതി വെച്ച ഒരു പേപ്പർ ഉണ്ടായിരുന്നു, ആ പേപ്പർ മിസ്സായിപ്പോയി. അങ്ങനെ ഞാൻ കുടിച്ചപ്പോൾ എനിക്ക് ശരിക്കും വണ്ണം കുറഞ്ഞ മെലിഞ്ഞതാ. എന്നോട് എല്ലാവരും പറഞ്ഞു ഞാൻ മെലിഞ്ഞു എന്ന്. ആ ഓർഡർ ഞാനിപ്പോൾ കുറേ ഞാനത് ഗൂഗിളിലെങ്ങാണ്ട് എവിടെയോ കണ്ടതാ. ഞാനത് സെർച്ച് ചെയ്തിട്ട് പിന്നെ എനിക്ക് ഒരിക്കലും അത് കിട്ടിയിട്ടുമില്ല. അത് നല്ല പെർഫെക്റ്റ് ആയിരുന്നു വണ്ണം കുറയാൻ. പിന്നെ എല്ലാവരും പറയും മധുരം കൂട്ടിയാൽ വണ്ണം കൂടും, പിന്നെ ഇറച്ചി, മീന്, മത്സ്യം, മാംസം കൂട്ടിയാൽ വണ്ണം കൂടും.
ഇതൊക്കെ ഞാൻ ചെറുപ്പത്തിൽ എന്തോരം കഴിച്ചിട്ട് എനിക്ക് ചെറുപ്പത്തിൽ വണ്ണം വെക്കില്ലായിരുന്നു. ഞാൻ ഇങ്ങനെ ഇരുന്നതാ. പിന്നെ എന്നെ എനിക്ക് ഇപ്പൊ വണ്ണം വെച്ച പ്രായം കൂടുമല്ലേ? അപ്പയുടെ അമ്മയ്ക്ക് നല്ല വണ്ണം ഉണ്ടായിരുന്നു. പ്രായം കൂടുമല്ലേ? അപ്പയുടെ അമ്മയ്ക്ക് നല്ല വണ്ണമായിരുന്നു. അതുപോലെ എനിക്ക് വണ്ണം വെച്ചതെന്ന് എനിക്ക് തോന്നുന്നേ. ആ പൂവനെ എപ്പോഴും കൂച്ച, ഉച്ചക്കും കൂച്ച, നട്ടിച്ച നേരത്തെ കൂച്ച. കോഴിക്ക് കൂവാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല. മാത്രമേ ആ പൂവൻ കൂവണം, അടുത്ത പൂവൻ കൂവണം. അപ്പൊ ഇങ്ങനെയൊക്കെയാണ്. ഇനി വണ്ണം കുറയാൻ എന്തെങ്കിലും ടിപ്സ് ഉണ്ടെങ്കിൽ പറഞ്ഞു തരണം കേട്ടോ. നിങ്ങളെ പ്രയോഗിച്ച് ഫലിച്ച ടിപ്സ്. ആഹാരം ഞാൻ കുറയ്ക്കാം. ചിരിക്കണ്ട, ഞാൻ കുറയ്ക്കും. ഞാൻ കുറയ്ക്കും. ചോറ് കുറയ്ക്കും. കുറച്ചല്ലേ നീ കഴിച്ചിട്ടല്ലേ കഴിക്കണുള്ളൂ, കൂടുതൽ കഴിക്കുന്നില്ല. ഞാൻ കഴിക്കുന്ന ഒരംശം പോലും കഴിക്കുന്നില്ല. ചേട്ടന്റെ വലിയ വയറ്, ഞാനൊക്കെ കുഞ്ഞത്. 10 ദിവസം 10 ദിവസം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ വയർ തീർന്നു. ഞാൻ പിന്നെ വെള്ളം ഒത്തിരി കുടിക്കും. ദിവസം 3-5 ലിറ്റർ ഉള്ളെങ്കിൽ ഞാൻ കുടിക്കും ഒരു ദിവസം. അതിവിടെ ഇല്ല. താറാമ ഇപ്പൊ പോയി വെള്ളത്തിൽ ചാടും ചെറുക്കനെ കണ്ടോണ്ട്. താറാമ പാവ, അവൻ കുഴിക്കകത്ത് പോയി. അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യം. പിന്നെ ഈ മഴ പെയ്യുമോ എന്ന് നോക്കിയാ നിൽക്കുവാണ്. ബാസ്കു ആണെങ്കിൽ അവനെ കണ്ട് വാലിങ്ങനെ ആട്ടിക്കൊണ്ട് അങ്ങോട്ടും തിരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ നമ്മളെ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ കൂടി വാങ്ങി വിട്ടിട്ടുണ്ട്. അവരൊക്കെ ഉഷാറായിട്ട് ഓടി നടക്കുന്നുണ്ട്. പിന്നെ നമ്മുടെ മുട്ട ചിലപ്പോൾ കിട്ടാറില്ലായിരുന്നു. അപ്പം ഞങ്ങളോർത്ത് കോഴി മുട്ട ഇടുന്നില്ല എന്ന്. പക്ഷെ കോഴി മുട്ട ഇടുന്നുണ്ടായിരുന്നു സുഹൃത്തുക്കളെ. അത് കാക്ക എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. ഇന്ന് തെളിവ് സഹിതം കിട്ടി. കോഴി അവിടെ മുട്ട ഇട്ടിട്ട് കോഴി വയറ്റിൻ്റെ അടിയിലേക്ക് കയറ്റി വെക്കണ കണ്ടോണ്ട് ഞാൻ നിന്നു. പിന്നെ ഞാൻ ആ കാര്യം മറന്നുപോയി. പിന്നെ ചെന്ന് നോക്കിയപ്പോൾ അവിടെ കോഴിമുട്ട ഇല്ല. നഗി പിന്നെ നമ്മുടെ പ്രാവിനെ നമ്മൾ പറത്തി വിട്ടോ. പ്രാവ് ഉഷാറായി കഴിഞ്ഞപ്പോൾ പ്രാവിനെ നമ്മൾ സ്വതന്ത്രനാക്കി വിട്ടു. പ്രാവ് പറന്നുപോയി. സത്യത്തിൽ നമ്മൾ പറത്തി വിട്ടതല്ല, അത് തന്നെ പറന്നു പോയത്. ഷൂന്നും പറഞ്ഞു പോയി. ഇതേ താറാമ വന്നുണ്ട്. ബാ 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 തൊറാമേ, എന്റെ പുന്നോ തൊറാമേ, ചെറുക ഇത് കൊണ്ടുപോടാ, ഞാൻ കൂട്ടി പിടിച്ചോളാടാ. താറാമേ എന്നാ വിളിക്കണമെങ്കിൽ പൂവനാണ് കേട്ടോ. താറാമ പൂവനാണ്. താറാമ പൂവൻ ബക് 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 എന്ന് പറഞ്ഞുകൊണ്ട് നടക്കും താറാമ. ഇതുപോലുള്ളൊരു താറാമേനെ എവിടെ കിട്ടും നമുക്ക്? ഇവിടെ മാത്രമേ കിട്ടുള്ളൂ. നല്ല മയിലിൻ്റെ കളറുള്ള പച്ച തൂവലുള്ള താറാമ. നോക്കൂ, ബ്ലാക്ക് ബോയ് ആണിവൻ. ബ്ലാക്ക് ബോയ്. താറാമയ്ക്ക് നമ്മൾ വെള്ളമൊക്കെ നീന്താൻ വെള്ളമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്തു. താറാമ നമ്മൾ കാണാതെ ഓടിപ്പോയി ചാടിയിട്ട് ഓടിക്കയറിപ്പോ. താറാമയുടെ ചിന്ത നമ്മൾ വഴക്ക് പറയുന്ന. താറാമ അതുപോലെ വൈകുന്നേരം ഓടി വന്ന് കൂട്ടിക്കയറുതേ ബാസ്കി മുള്ളണം നോക്കിക്കേ. താറാമേനെ കണ്ടപ്പോൾ അവൻ സങ്കടം സഹിക്കില്ല. കുശുമ്പ് കൊണ്ട് മുള്ളണതാ താറാമ അവിടെ വന്ന് കയറണോണ്ട്. ഈ ബാസ്കി ഭയങ്കര കുശുമ്പനാ. താറാമേ ബക് 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 ബക്. ഇതാണ് ഞങ്ങളുടെ താറാമാട്ടോ. ഇവൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇവൻ്റെ കൂടെ ഉള്ള താറാവിനെ ആരാണ്ട് കണ്ടോണ്ട് പോയി. കുറുക്കനോ വേറെ ഒന്നും അല്ല. അങ്ങനെയാണെങ്കിൽ ഇതിലെല്ലാം രോമം വീണ് കിടക്കേണ്ടതാണ് വലിച്ചുകൊണ്ട് പോകുമ്പോൾ, എടുത്തുകൊണ്ട് ഓടുമ്പോൾ. പക്ഷേ എൻ്റെ കോഴീനെ എടുത്തോണ്ട് എൻ്റെ താറാവിനെ എടുത്തുകൊണ്ട് പോയത് ഏതോ ഒരു ദുഷ്ടനാണ്. ഇനി എനിക്കുള്ളത് ഈ ഒരു താറാമ മാത്രമേ ഉള്ളൂ. ഈ താറാമിനെ ഞങ്ങൾ പൊന്നു പോലെ കൊണ്ടു നടക്കണേ. ഇല്ലേ താറാമേ? ആ അതെ. ഈ ചിറക് മുകളിലേക്ക് വെക്ക് താറാമയുടെ കുഞ്ഞിച്ചിറക്. നീ ഇവിടെ വിടണ്ട, ഞാൻ കയറ്റിത്തരാം. ഓക്കെ. താറാമ തൂറുവാണെങ്കിൽ ചേട്ടൻ്റെ മേത്തേക്ക് തൂറും പോയി. ഇത് ഇടയ്ക്കിടയ്ക്ക് പിളക്കും പൊളക്കൊന്നും തൂറും. ഇപ്പൊ പോണ കേട്ടോ. ആ കൂടെ അങ്ങ് തുറന്നിടാ, എന്നാ കൂട്ടിക്കറിക്കോളൂടാ. ബാ കൂട് തുറന്നിടാ. എടാ കൂടെ അങ്ങ് തുറന്നിടാ. ബാ താറാമേ. അങ്ങനെ താറാമ അങ്ങോട്ട് പോയി. ഇതൊക്കെയാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളൊക്കെ കേട്ടോ. അതുകൊണ്ടാണ് ചേട്ടൻ ഈ വീട്ടിലേക്ക് ഇനി അടുക്കളയിലേക്ക് പുതിയതായിട്ട് യാതൊരു രൂപകൽപ്പനയും കൊണ്ടുവരില്ല എന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
എനിക്കും ഇഷ്ടമാണ് പാത്രങ്ങളൊക്കെ കാണാതെ വെക്കുന്നത്. പക്ഷെ എന്ന് മുതലാ ഈ പാത്രങ്ങളൊക്കെ കാണാതെ ആയത്? ഇതൊക്കെ പുതിയ ഇപ്പൊ തന്നെ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും നല്ലൊരു പൈസയാവും. അത് നമുക്ക് നഷ്ടം വരും. പിന്നെ അത് നമ്മൾ ഒരു കാലത്ത് ആകുമ്പോൾ അവർക്കത് അല്ലെങ്കിൽ ഇവിടുന്ന് മാറുമ്പോൾ നമുക്കത് നഷ്ടമാണ്. അപ്പോൾ പിന്നെ അതിനേക്കാളും ഭേദം ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാലും അതും ഇതും ഇവിടെ എല്ലാം കൂടെ ആകുമ്പോഴത്തേനും മോളെല്ലാം കൂടെ ആകുമ്പോൾ നല്ലൊരു പൈസ മറ്റേ രീതി നോക്കുന്നത് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു തന്നു. പിന്നെ എല്ലാം തമ്പുരാൻ്റെ കയ്യിലിരിക്കും. നാം ബാധി ദൈവം ബാധി. നമ്മളും പകുതി നോക്കുന്നു, ദൈവം പകുതി നോക്കും. അപ്പോൾ സംഗതി ശരിയാവും. അല്ലാതെ തന്നെ നമുക്ക് ഒത്തിരി കാശാവും. ഇപ്പോഴത്തെ പുതിയ മെറ്റീരിയൽ വെച്ച് ചെയ്യുമ്പോൾ നല്ല പൈസയാവും. പിന്നെ നമുക്ക് ഇത്രയെങ്കിലൊക്കെ ഇല്ല. ഇതുപോലും ഇല്ലാത്തവർ എത്ര പേരുണ്ട്. എത്രയോ പാവങ്ങൾ ഞങ്ങളുണ്ടല്ലോ, ഞങ്ങള് 10-12 കൊല്ലമായിട്ട് അങ്ങനെ അല്ലായിരുന്നു. ഇതുപോലും ഇല്ലാതെയല്ലേ താമസിച്ചേ. അപ്പൊ ഇതൊക്കെ ഇപ്പൊ ഒരു വാടകയ്ക്കൊക്കെ വീട് കിട്ടുമ്പോ ചിലപ്പോ നല്ല വീടാവണം എന്നൊന്നും ഇല്ല. ചിലപ്പോ ഓടിട്ട വീടൊക്കെ ആയിരിക്കും കിട്ടുന്നത്. ചിലപ്പോ ഉള്ള പാത്രങ്ങൾ എവിടെയെങ്കിലൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ പറ്റണം. ഇതിപ്പോ ഇത്രയോ നല്ല വീട്ടിൽ ഇത്ര ഒരു കമന്റ് നേരത്തെ വന്നതാ. ഇനിയിപ്പോൾ പുതിയ വീട് പണിയണേ എന്തിനാ? ഇതൊക്കെ ഞങ്ങൾക്ക് സ്വപ്നം മാത്രം കാണാൻ പറ്റുന്നൊരു വീടാ. ഇത്രയും വലിയൊരു വീടില്ല നിങ്ങൾക്ക്, അതുകൊണ്ട് ഇനി എന്തിനാ പുതിയ വീടെന്ന്. അപ്പം അതുപോലെ ഒരുപാട് ആൾക്കാരുണ്ട്. ഒരു മുറിയാണെങ്കിലും ഒരു വീട് പണിത് കിട്ടിയാൽ മതി എന്നും പറഞ്ഞ് അതിനകത്ത് എങ്ങനെയെങ്കിലും പാത്രങ്ങളൊക്കെ ഒതുക്കി ഒന്ന് കിടന്നുറങ്ങിയാൽ മതി എന്ന് ചിന്തിച്ചിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം പിന്നെ നമുക്ക് പാത്രങ്ങളൊക്കെ വെക്കാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. പാത്രങ്ങളൊക്കെ ഒന്ന് കണ്ടെന്നോർത്ത് തന്നെ കുഴപ്പം. പിന്നെ കാശ് കൊടുത്ത് വാങ്ങി വെക്കണ പാത്രമല്ലേ. 10 പേര് കാണട്ടേന്നേ. നമുക്ക് ഇത്രയധികം പാത്രങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയട്ടേന്നേ. ഒരു ചേച്ചി പണ്ട് ഇവിടെ വന്നിട്ട് അടുക്കളയിൽ കയറി നോക്കി പറഞ്ഞു, ഇത് എന്തോരം പാത്രങ്ങളായിരിക്കണമെന്ന്. ഞങ്ങൾ അങ്ങ് വന്ന സമയത്ത് പറഞ്ഞു. ഇതെന്നാടാ? അവനാ വെള്ളക്കോടീനെ എടുക്കാൻ പോയതാ. ആ പൂവൻ കൊത്താമെന്ന് നോക്കിക്കേ ഇവന്. അപ്പം ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ വിശബാടാ വീഡിയോ അതിൻ്റെ ചെയ്യാം. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയാനായിട്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട്. എല്ലാവരെയും കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ആരെയൊക്കെ നമ്മൾ കാണാറുണ്ട് വെളിയിലൊക്കെ ഇറങ്ങുമ്പം ആരൊക്കെ വന്ന് മിണ്ടാറൊക്കെ ഉണ്ട്. നമ്മുടെ വീഡിയോ കാണുന്നവരാന്നൊക്കെ പറഞ്ഞ് സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ജസ്റ്റ് ഒന്ന് മിണ്ടി കടന്നു പോകാറുണ്ട്. അപ്പോൾ അതൊക്കെയാണ്. ഇവനെ കാണുമ്പോൾ ഞാൻ അറിയാതെ ബൊമ്മാസിനെ ഓർത്ത് പോവുക. ബൊമ്മാസ് വെള്ളയല്ലായിരുന്നോ? പക്ഷെ ബൊമ്മാസ് ഇങ്ങനെയൊന്നുമല്ല. ബൊമ്മാസിന് എന്താ സ്നേഹമായിരുന്നു ചേട്ടാ. ഇവൻ വലിയ പൂവനായി ചേട്ടാ. പക്ഷെ കണ്ടാ തോന്നൂല. നീ മാറിക്കേടാ. ഇവനെ കാണാൻ മേലല്ലോ. കണ്ടാ കുഞ്ഞിന്റെ അത്രയും ഉള്ളെങ്കിൽ ഇവൻ പൂവനൊക്കെ ചെയ്ത് ആടിയൊക്കെ വന്നു. നോക്ക്, മുടിയൊക്കെ സ്പൈക്ക് ചെയ്തോണൊക്കെ ഇരിക്കണേ. ഇത് എന്തോന്നടാ ഇത്? വയറൊക്കെ നിറഞ്ഞിരിക്കണ്. അതുപോലെ ഇവന്റെ കാലൊക്കെ കണ്ടോ? രോമൊക്കെ കേട്ടോ ഇവനെ. ഇവനെ ഇത് ചേട്ടൻ കണ്ടിട്ടുണ്ടോ ചേട്ടാ? ഏതത്? ഇരട്ട വിരള ഇവന്. 2 കാലിൽ ഇരട്ട വിരള. അത് കണ്ടോ? ഇവനെ ഇങ്ങനെ അടുത്ത് കാണുമ്പോ എന്റെ ഉമ്മാസാന്ന് ഓർത്തു പോകും. പക്ഷെ എന്റെ ഉമ്മാസ് ഇങ്ങനെയൊന്നും അല്ല. ഉമ്മാസ് എന്റെ മടിയിൽ ഇറങ്ങി പോകില്ലായിരുന്നു. മറക്കേടാ. ഉമ്മാസ് ഇങ്ങനെയൊന്നും അല്ല. ഉമ്മാസിന് എന്ത് സ്നേഹമാണെന്ന് അറിയാവോടാ? മൂക്കയിലെന്നാടാ ഇരിക്കണേ? എന്നാ സുന്ദരനല്ലേ? കാണാന്നല്ലല്ലോ ഇവനെ. വയറൊക്കെ നടന്നിരിക്കണം. പേരെന്നാടാ? ബൊമ്മാസാന്നും പറഞ്ഞു വാങ്ങിച്ചോണ്ട് വന്ന് വീഡിയോ കാണിച്ചു കൊടുത്താ. ഇതേ പുതിയ ബൊമ്മാസ് വന്നു എന്നൊക്കെ പറഞ്ഞു. പൂവൻ എന്നെ കാണുമ്പോ കണ്ടം വഴി ഓടും. പിടിപ്പിക്കുവോ ഇല്ലോ? ഇവൻ എങ്ങനെയെങ്കിലും പോയി കോഴീനെയൊക്കെ പിടിച്ചോണ്ട് വരും കേട്ടോ. എടാ ഞാൻ 2 ഉമ്മയെ കൊടുക്കട്ടെടാ. ബൊമ്മാസാണോ? പേര് ബൊമ്മാസിനാണ്. എന്റെ മൊമ്മാസിനെയൊക്കെ നിനക്ക് അറിയാവോ? അതൊക്കെ അറിയാം. എന്റെ മൊമ്മാസിനെ നീ അറിഞ്ഞാ നീ ഇങ്ങനെയൊന്നും അല്ല കേട്ടോ. സത്യത്തിൽ എനിക്ക് ഇതുവരെ ആ ബൊമ്മാസ മരിച്ചു പോയിട്ട്, ഇപ്പൊ നമുക്കിതിന് മുമ്പുള്ള ബൊമ്മാസ ഉണ്ടായിരുന്നില്ല, അവൻ മരിച്ചു പോയിട്ട് എനിക്ക് അവനോളം സ്നേഹമുള്ള ഒരു കോഴീനെ ഇന്ന് വരെ കിട്ടിയിട്ടില്ല. അല്ല, ഇപ്പൊ ഒന്നാളും മരിച്ചു പോയ ബൊമ്മാസില്ല മടി വന്ന് അല്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു കോഴിപ്പൂവിനെ പോലും എനിക്ക് കിട്ടിയിട്ടില്ലല്ലോ.
അതുപോലെ ഒരു ബൊമ്മാസാക്കാനായിട്ട്. ഇവൻ എന്നെ കാണുമ്പോൾ കണ്ടം വഴി ഓടും. ആരെങ്കിലും അതിനെ ഇണക്കി വളർത്താനുള്ള സൗകര്യവും കിട്ടിയിട്ടില്ല, എനിക്ക് സമയവും കിട്ടിയിട്ടില്ല. ഞാൻ ആ ബൊമ്മാസിനെ വാങ്ങിച്ചോണ്ട് വരുമ്പോ എനിക്ക് ജോലിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഫുൾ ടൈം കോഴിയുടെ കൂടെ ആയിരുന്നു. ഇപ്പൊ എനിക്ക് കോഴികളെ കാണാൻ സമയം കിട്ടാറില്ല, അതാണ് വേറൊരു കാര്യം. പിന്നെ എനിക്കൊരു ഗ്ലൂക്കോസ് വെള്ളം ഉണ്ട്, അതും വലിയായിട്ട് ഇണക്കമൊന്നും ഇല്ല. പിന്നെ പിടിപ്പിക്കൂന്നേ ഉള്ളൂ. വേണമെങ്കിൽ എന്നെ ഒന്ന് തൊട്ടോളാൻ പറയും ഗ്ലൂക്കോസ് വെള്ളം. ഇതേ ചേട്ടാ, ഇവനെ കാണാൻ നല്ല രസമില്ല ചേട്ടാ. അപ്പൊ നമ്മള് വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. എടാ ഇങ്ങ് വാടാ, നിന്നെ കാണാൻ മേല. അപ്പൊ ഇവിടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ വീണ്ടും പുതിയ വിശേഷം പുതുപുത്ത വീഡിയോ ഒക്കെ ആയിട്ട് വീണ്ടും വരുവരേക്കും. ദിസ് ഇസ് സൈനിങ് ഓഫ് ഡ്രീംസ്. ബൈ. അവനച്ചങ്ങ് മൂടിക്കോ. എന്നിട്ട് അവനെനിക്കൊന്ന് താട എടുക്കാൻ